നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച രാവിലെ അബുദാബിയിലുണ്ടായ അപ്രതീക്ഷിത ഹൂതി ആക്രമണത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുകയാണ്. ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ അഡ്നോക് ഉൾപ്പെടെയുള്ള UAE അധികൃതരുമായി ചേർന്ന് നടപടികൾ പൂർത്തീകരിക്കുമെന്നും ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. മരിച്ചവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എംബസിയോ UAE അധികൃതരോ പുറത്തുവിട്ടിട്ടില്ല. 2 ഇന്ത്യക്കാർക്ക് പുറമെ ഒരു പാകിസ്ഥാൻ സ്വദേശിയും മുസഫയിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മരിച്ചിരുന്നു. 3 പേരും അഡ്നോക്കിലെ ജീവനക്കാരാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ 6 പേരിൽ 2 പേർ ഇന്ത്യക്കാരാണെന്നും എംബസി സ്ഥിരീകരിച്ചു. ഇവരെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു. അതേസമയം തിങ്കളാഴ്ച രാവിലെയാണ് അബുദാബിയിലെ 2ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായത്. രാവിലെ 10 മണിയോടെ മുസഫയിലും അബുദാബി വിമാനത്താവളത്തിന് സമീപത്തുള്ള നിർമ്മാണ മേഖലയിലുമായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. മുസഫയിൽ 3 പേർ മരണപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മുസഫയിൽ അഡ്നോക്കിന്റെ സംഭരണശാലയ്ക്ക് സമീപമുള്ള ICAD3യിൽ 3 എണ്ണ ടാങ്കറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഉടൻ തന്നെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്ക് സാധിച്ചു. യമനിലെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനങ്ങൾക്ക് കാരണമായതെന്ന് തിങ്കളാഴ്ച രാത്രിയോടെ തന്നെ UAE ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഭീകരാക്രമണത്തോടും ക്രിമിനൽ പ്രവർത്തനങ്ങളോടും പ്രതികരിക്കാൻ UAEക്ക് എല്ലാ അവകാശമുണ്ടെന്നും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ സുതാര്യമായും ഉത്തരവാദിത്തത്തോടെയുമാണ് UAE കൈകാര്യം ചെയ്തതെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് ട്വിറ്ററിൽ കുറിക്കുകയായിരുന്നു. മേഖലയുടെ സുരക്ഷയും സുരക്ഷിതത്വവും ഇല്ലാതാക്കാൻ ഹൂതികൾക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAE തലസ്ഥാനമായ അബുദാബിയിൽ യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിച്ചിരിക്കുകയാണ് സൗദി സഖ്യസേന. യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി നേതൃത്വം നൽകുന്ന സഖ്യസേന വ്യോമാക്രമണം നടത്തിയെന്ന് സൗദി പ്രസ് ഏജൻസി അറിയിച്ചു. അബുദാബിയിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകമാണ് തിരിച്ചടി നടത്തിയത്. സഖ്യസേനയുടെ തിരിച്ചടിയിൽ 14 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. യമൻ തലസ്ഥാനമായ സനയിലെ ഒരു കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സനയിൽ വ്യോമസേന 24 മണിക്കൂറും വ്യോമ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും അറബ് സഖ്യസേന അറിയിച്ചുവെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച ഉപയോഗിച്ച 2 ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ F-15 എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തകർന്നുവെന്നും വാർത്താ ഏജൻസി അറിയിച്ചു. അബുദാബിയിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന് UAE സ്ഥിരീകരിച്ചിരുന്നു. ഹൂതി വിമതരുടെ ഭീകരാക്രമണമാണ് നടന്നതെന്നും സംഭവം ആസൂത്രിതമാണെന്നും നടപടിയുണ്ടാകുമെന്നും UAE വ്യക്തമാക്കിയിരുന്നു. UAEയിലെ ജനവാസ മേഖലയ്ക്ക് നേരെയുണ്ടായ ഈ ആക്രമണം യുദ്ധക്കുറ്റമാണെന്നും നടപടിയുണ്ടാകുമെന്നും അറബ് സഖ്യസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി പ്രതികരിച്ചു. ആക്രമണത്തെ അപലപിച്ച അദ്ദേഹം ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രവൃത്തി മേഖലയ്ക്കും രാജ്യാന്തര തലത്തിലും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.